ദൈവം എന്ത് പറയുന്നു ആ ദൈവശബ്ദം കേൾക്കുന്ന വ്യക്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന വ്യക്തിക്ക് ദൈവശബ്ദം കേൾപ്പം. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാം. എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ദൈവശബ്ദം കേട്ടിട്ട് ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അതല്ല ഇതാണെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സ്വന്തമായ ഇഷ്ടത്തിന് പോയതിൻ്റെ ഫലമായി ഒത്തിരി തിക്താനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനിടയായി തോന്നുന്നു. പിന്നീടാണ് ഞാൻ പക്ഷെ നമ്മൾ തിരിച്ചു മടങ്ങി വരുമ്പോഴത്തേന് നമ്മുടെ ആ ഒരു നല്ല ഒരു അനുഭവം വാഗ്ദത്തം പ്രാപിക്കാനുള്ള സമയം ചിലപ്പോൾ ഒത്തിരി ദീർഘം നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിൽ കടന്നു പോയി കാണും. പിന്നെ തിരിച്ചു വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമെന്നൊക്കെ ഇടയായി തീരും. അപ്പം എന്നാന്ന് പറഞ്ഞാൽ ആഴത്തിലേക്ക് നമ്മുടെ രണ്ട് തലത്തിൽ നമ്മൾ ചിന്തിക്കാം. പാപത്തിൻ്റെ ആഴവും ആത്മീയ ആഴവും നമുക്ക് തിരിച്ചറിയാം. പക്ഷെ ആത്മീയ ആഴത്തിലേക്ക് നാം ഇറങ്ങണമെങ്കിൽ അതിൻ്റെ ഇടയിൽ രണ്ടിൻ്റെ ഇടയിൽ ഒരു സംഭവമുണ്ട്. ഇരുളെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതിൻ്റെ ഇടയിൽ. എന്നുവെച്ചാൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്നു, ആഴത്തിന് മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോൾ വെള്ളത്തിന് മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ആഴത്തിലേക്ക് ഇരുൾ മാറി വെളിച്ചമുണ്ടായി. അപ്പം നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ എന്ന് പറയുന്നത് ആ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് ഒരു വിടുതൽ നമുക്ക് ആഴത്തിലേക്ക് വചനത്തിന്റെ ആഴത്തിലേക്കാണെങ്കിലും നമ്മുടെ ദൈവിക വിടുതൽ ആഴത്തിലേക്കാണെങ്കിലും ഇറങ്ങിത്തരുമെന്നൊക്കെ റെഡിയായി തരും. അപ്പോൾ ആ ഇറക്കാതിരിക്കാനാണ് പിശാച് ശ്രമിക്കുന്നത്. എന്നുവെച്ചാൽ ഒരിക്കലും നമ്മൾ പോകരുത്, ദൈവത്തോട് അടുത്ത് ചെല്ലരുത്, ദൈവമായുള്ള ബന്ധത്തിൽ നമ്മൾ അകറ്റണം എന്നാണ് പിശാചിന്റെ ഒരു ലക്ഷ്യം. നമ്മൾ പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ദൈവത്തോട് അടുത്ത് ചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാന്നൊക്കെ റെഡിയായി തരും. അപ്പം വചനത്തിൽ ഇപ്പം യഹോവേ ആഴത്തിൽ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യഹോവേ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും. നമ്മളിപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി, കർത്താവെ നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തുമാത്രം തെറ്റുകുറ്റങ്ങളും വേദനകളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പാപത്തിന്റെ വഴികൾ നമ്മൾ തിരിഞ്ഞു നോക്കണം, ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ദൈവമേ അതിൽ നിന്ന് എന്നെ ഇത്രത്തോളം എത്തുവാൻ ഞാൻ എന്തുള്ളൂ, നമ്മളിന്ന് തിരിഞ്ഞു നോക്കണം ദൈവമക്കളെ. അപ്പോഴാണ് ദൈവത്തിന്റെ ആ സ്നേഹം നാം യഥാർത്ഥമായി പഴയ നിയമ കാലഘട്ടത്തിൽ ആദാമിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിന്റെ ശിക്ഷാവിധി അവർ അനുഭവിച്ചു. പക്ഷെ പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിന്മേൽ യാഗമായി തീർന്നതിന്റെ ഫലമാണ് ഇപ്പോഴും നമ്മൾ കൃപയാലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു യോഗ്യത നമുക്ക് പറയാനില്ല. നമ്മളെ തിരഞ്ഞെടുപ്പ് എത്രയോ പേരുണ്ടായിരുന്നു, നമ്മളെയൊക്കെ ശക്തന്മാരായ എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരിൽ നിന്നെല്ലാം വേർപെട്ടിട്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്, ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. നമ്മൾ ദൈവത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടണം, കർത്താവിന്റെ നാമത്തിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടണം എന്നുള്ള ദൈവത്തിന്റെ ഒരു പദ്ധതി നിറവേറാൻ നമ്മൾ അറിഞ്ഞ ക്രിസ്തുവിന്റെ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ കർത്താവ് നമ്മളെ ഉപയോഗിക്കുന്നത് അനേകര് ഉണ്ടല്ലോ. പക്ഷെ കർത്താവിന്റെ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, കർത്താവ് എനിക്കൊരു യോഗ്യതയില്ല, ഇവിടെ നിൽക്കാൻ എനിക്കൊരു യോഗ്യതയില്ല, കർത്താവ് എൻ്റെ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ എനിക്ക് ഇവിടെ ഒന്നും നിൽക്കാൻ കഴിയത്തില്ല എന്നുള്ളൊരു വ്യക്തമായൊരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായി. നമ്മൾ എത്ര ഉയർന്നാലും നമ്മുടെ പഴയ കാലത്തിലേക്ക് നമ്മൾ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കണം. അതിൽ നമ്മളെ അതുകൊണ്ട് നമ്മൾ ആരാധനയ്ക്കും പ്രാർത്ഥനകൾക്കൊക്കെ വരുമ്പോൾ ദൈവമക്കൾ നമ്മൾ അടങ്ങിയിരിക്കരുത്. എങ്ങനെ നമുക്ക് മൗനമായിരിക്കാൻ കഴിയും? ഈ നടത്തിയ വിധങ്ങളെ ഓർത്താൽ എത്രയോ ശ്രേഷ്ഠമായാണ്, എത്രയോ വലിയ അപകടങ്ങൾ, അനർത്ഥങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിത പടകിൽ വന്നപ്പോൾ നാം ഒന്ന് തിരിഞ്ഞു നോക്കണം. നമ്മുടെ സെയിം രോഗമുള്ളവർ, നമ്മുടെ സെയിം പ്രതികൂല സന്ധിയിലൂടെ കടന്നുപോയവർ അനേകർ വീണുപോയപ്പോൾ ദൈവം നമ്മളെ ഇന്നും നിർത്തിയത് ദൈവത്തിന്റെ കൃപയെന്ന് മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഒരിക്കലും നമ്മൾ മൗനമായിരിക്കത്തില്ല ദൈവമക്കളെ. നമ്മൾ ആരാധന ഒരുക്കത്തോടെ കടന്നു വരണം, സമർപ്പണം ഉണ്ടായിരുന്നു, നമുക്കൊരു ഡെഡിക്കേഷൻ ഉണ്ടാകണം. ഇല്ലേ മാത്രം നമുക്ക് ദൈവസന്നിധിയിൽ നിൽപ്പാൻ കഴിയത്തുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്നതാ നമ്മുടെ ഹൃദയം. നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ നാം ദൈവത്തോടുള്ള ദൈവസ്നേഹം വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് ആരാധന പ്രാർത്ഥന ഉയരുന്നത്. ദൈവത്തോടുള്ള സ്നേഹം നമ്മൾ ഈ ദിവസങ്ങൾ ആഴമായി വർദ്ധിക്കണം. നമ്മളിലൂടെ അനേക ക്രിസ്തുവിനെ അറിയണം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് കണ്ടോ, അവനിലൂടെ ദൈവത്തിന്റെ സ്നേഹം കണ്ടോ എന്ന് മറ്റുള്ളവർ പറയാം. നമ്മളല്ല, നമ്മൾ നമ്മളെ തന്നെ പുകഴ്ത്തരുത്. നമ്മൾ ഒന്നുമില്ല പുകഴുവാൻ, നമുക്കൊന്നുമില്ല പ്രശംസിക്കാൻ. ദൈവം തന്നതല്ലാതെ നമുക്കൊന്നുമില്ലെന്ന് ഉറപ്പ് ഓരോ വ്യക്തികൾക്കുണ്ട്. അപ്പൊ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും കടന്നു വരുമ്പോൾ തീഷ്ണത, എത്ര രോഗമുണ്ടായാലും ആരാധനയ്ക്ക് വരുമ്പോൾ നമുക്കൊരു ബലം കിട്ടും. നമ്മൾ അങ്ങ് പോരണം. എത്ര രോഗമുള്ളവർ, എത്ര ക്ഷീണമായാലും എൻ്റെ അനുഭവം പറയുന്നത്, ജോലിയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഞാൻ ഒത്തിരി നടുവിനൊക്കെ ഒത്തിരി പ്രയാസം ഉണ്ടാകും, രാത്രി ചിലപ്പോൾ ഉറക്കളൊക്കെ ഉണ്ടാകും. എങ്കിലും ആരോഗ്യത്തോടെ കർത്താവ് കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ ആരാധിച്ചു കഴിയുമ്പോൾ നമ്മുടെ രോഗമെല്ലാം മാറും നമുക്ക്. അപ്പം രോഗമോ പ്രയാസമോ ഒന്നും പറഞ്ഞ് നമ്മൾ വീട്ടിൽ ഇരിക്കരുത്. ദൈവം എത്ര നാൾ ലഭിക്കും നമുക്കറിയത്തില്ല. നാളെ എന്നുള്ള നമ്മുടെ ദിവസമല്ല, കർത്താവ് തന്നാൽ നമുക്ക് നാളെ ദൈവത്തെ ആരാധിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്ര നാൾ ലഭിക്കുന്നോ
അത്ര നാൾ വിശ്വസ്തയോടെ കർത്താവിനെ സേവിപ്പാൻ തക്കവണ്ണം. അടുത്ത വാക്യത്തിൽ പറയുന്നു, എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്ക നിന്റെ പക്കൽ വിമോചനമുണ്ട്. വിമോചിക്കപ്പെടുവാൻ ഒരു വ്യക്തി എന്ന് പറയുന്നത് കർത്താവ് മാത്രമേ ഉള്ളൂ. അപ്പം വിമോചനം മനുഷ്യന്റെ പക്കൽ വിമോചനമില്ല, ദൈവത്തിന്റെ പക്കൽ മാത്രമേ വിമോചനം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, കർത്താവേ നിന്റെ പക്കൽ വിമോചനമുണ്ട്. അടുത്ത വാക്യം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. നമുക്ക് കാത്തിരിപ്പാൻ ഏറ്റവും വലിയ കാത്തിരിപ്പ് നമ്മുടെ കർത്താവിലെ മടങ്ങി വരവാണ്. ആ കാത്തിരിപ്പിനോട് നമ്മൾ ഒരുങ്ങിയിരിക്കണം. എപ്പോഴും വചനത്തിൽ പറയുന്നു, നോഹ കാത്തിരുന്നു, പെട്ടകം ഉണ്ടാക്കി കാത്തിരുന്നു, ഒത്തിരി വർഷം പ്രസംഗിച്ച് നടന്നു, ആരും നോഹയുടെ വാക്ക് അനുസരിച്ചില്ല. അവരുടേതായ സ്വന്തം ഇഷ്ടത്തിന് ഇത് ചുമ്മാതാ, വെറുതെയാ, ഇതൊന്നും നടക്കത്തില്ല എന്ന് നോഹയുടെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് ജനം കടന്നുപോയപ്പോൾ എന്താ സംഭവിച്ച്? അനുസരിച്ച നോഹയ്ക്കും കുടുംബത്തിനു വേണ്ടി ദൈവം പെട്ടകം പണിതീർത്ത് അവർ രക്ഷ പ്രാപിക്കാൻ നിൽക്കുന്നിടത്തും. പിന്നെ പറയുന്നു, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നാം ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ദൈവം പറഞ്ഞ വാക്കനുസരിച്ചും മുന്നേറുവാണെങ്കിൽ ദൈവത്തിന്റെ കൃപ, ആർക്കുമില്ലാത്ത കൃപ ദൈവം നിങ്ങളുടെ മേൽ പകരുവാൻ തക്കവണ്ണം. ആർക്കുമില്ലാത്ത ശോധനയെ നമുക്ക് വരാം, പക്ഷേ അതൊക്കെ അതിന്റെ നടുവില് ശോധന നടുവിൽ പിടിച്ചു നിൽക്കുന്ന കൃപ നമ്മൾ ദൈവസന്നിധിയിൽ പാടും. ഇനി അങ്ങോട്ട് നമുക്ക് ശോധനകളും വേദനകളൊക്കെ വർദ്ധിക്കുന്നു. ദൈവത്തിന്റെ വരവ് അടുത്തല്ലോ. എല്ലാം നമ്മളിങ്ങനെ പറയുമ്പോൾ ഇനിയും ദൈവമൊന്നും വരത്തില്ല, ഇതൊക്കെ കഴിഞ്ഞു, അല്ലെ വന്നു പോയി കാണും എന്നൊക്കെ ആൾക്കാർ വലിയ ദൈവമക്കളെ, ദൈവത്തിന്റെ വരവ് ഏറ്റവും അടുത്തു. നാം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാം. അതുപോലെ ദൈവത്തിന്റെ വാക്കനുസരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു യോനയോട് ദൈവം പറഞ്ഞു നിനവയിലേക്ക് പോകാൻ. പക്ഷെ യോന ദൈവത്തിന്റെ വാക്കനുസരിക്കാതെ തർശീശിലേക്ക് പോകും തക്കളുടേതും. അതുകൊണ്ട് എന്താ സംഭവിച്ചു? നോഹ പക്ഷെ കർത്താവ് കരുണയുള്ളവനാണെന്നുകൊണ്ട് യോനയോട് കരുണ തോന്നി. യോനയെ തിരിച്ച് ദൈവം ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് കർത്താവ് വിടുവിച്ചില്ലേ? അതുപോലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ വാക്കനുസരിക്കാൻ നമ്മൾ പോകുമ്പോൾ ദൈവം കരുണ തോന്നി പലപ്പോഴും നമ്മളെ മടക്കി വരുത്തല്ലോ. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും നമ്മെ വിടുവിപ്പാൻ കഴിയാത്ത ഇടങ്ങളിൽ ദൈവത്തിന്റെ കരം ഇറങ്ങി നമ്മെ വിടുവിപ്പാൻ തക്കവണ്ണം. സമുദ്രത്തിന്റെ ഏതറ്റത്ത് ചെന്ന് പാർത്താലും അവിടെയും ദൈവത്തിന്റെ കൈ എന്നെ നടത്തും. ആ ഒരു തിരിച്ചറിവ്, നമ്മുടെ ദൈവത്തെ വിട്ട് എവിടെ പോകാൻ നമുക്ക് കഴിയത്തില്ല. ദൈവത്തെ അറിഞ്ഞൊരു ദൈവ പൈതൽ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ വേറെ എവരെയും തിരിഞ്ഞു പോകാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ മടങ്ങി വരണം. മടങ്ങി വന്ന് അനേകർക്ക് നമ്മളൊരു സാക്ഷിയായി തീരുവാൻ തക്കണം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അടുത്ത നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത് ഉഷസ്സിനായി കാത്തിരിക്കുന്നവർക്ക് ഉഷസ്സിനായി കാത്തിരിൻ്റെ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. നമുക്കൊരു കാത്തിരിപ്പ്, ദൈവത്തിന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങാൻ കാത്തിരിക്കാം. ഈ ദിവസം പലപ്പോഴും പലരും നമ്മളെ നിരുത്സാഹപ്പെടുത്തിയേക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒത്തിരി വാക്തത്വങ്ങളും ഒത്തിരി ദൈവികമായ ആലോചനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിച്ചിങ്ങനെ മുന്നേറുവാണ്. പക്ഷേ ചിലപ്പോഴും നമുക്ക് ഈ കാത്തിരിപ്പ് നമുക്ക് വേണമെങ്കിൽ ക്ഷമ ആവശ്യമാണ്. നമ്മൾ ക്ഷമയോടെ, പലപ്പോഴും ഞാനുമാണെങ്കിലും പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയണം, പലപ്പോഴും ഞാനിങ്ങനെ ആദ്യമൊക്കെ പിറുപിറുക്കായിരുന്നു. പക്ഷെ ഇപ്പം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഞങ്ങളുടെ കൃപ തരണമേ, ഇത് നിൽപ്പാനുള്ള കൃപ തരണമേ. പക്ഷെ നമുക്ക് ക്ഷമ ആവശ്യമാണ് ദൈവമക്കളെ. ക്ഷമയോടെ കാത്തിരുന്നാലേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ. ദൈവത്തിന്റെ വാക്തത്വം നമ്മുടെ ജീവിതത്തിൽ പലരും നമ്മളെ പലതും നിന്ദിച്ചേക്കാം, പരിഹസിച്ചേക്കാം, അപമാനിച്ചേക്കാം, ഒറ്റപ്പെടുത്തിയേക്കാം. പക്ഷെ അതിന്റെ നടുവിലും നോഹയെ ഒറ്റപ്പെടുത്തിയില്ല. എല്ലാവരും കൂടെ അവൻ ഒറ്റപ്പെട്ടു. അവൻ പറഞ്ഞ വാക്ക് ആരും അനുസരിക്കാതെ അവൻ ഒറ്റപ്പെടുത്തി. പക്ഷെ കർത്താവ് അവനോട് പറഞ്ഞ കാര്യം അവൻ ചെയ്യാൻ തയ്യാറായപ്പോൾ നോഹയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചു. അതുപോലെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തയ്യാറായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ സഭയോടുള്ള വാഗ്ദത്തങ്ങൾ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം പറഞ്ഞിട്ടുള്ള സകല വാഗ്ദത്തങ്ങൾ ദൈവമക്കളെ ദൈവം നമ്മൾ ഒറ്റ കണ്ടീഷൻ ചെയ്താൽ മതി. കർത്താവ് പറയുന്ന അനുസരിച്ച് ആ പാതയിൽ നാം നടന്നു കഴിഞ്ഞാൽ ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ ഒന്ന് നമ്മുടെ ജീവിതം മാറ്റിക്കളയാതെ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളതെല്ലാം ദിനം തോറും ഈ വചനം നമ്മുടെ ഉള്ളിൽ വേണം. നമ്മുടെ പ്രതിസന്ധി കാട്ടി നമ്മൾ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നതെന്ന് വെച്ചാൽ വചനമില്ലാത്തതുകൊണ്ട്. പലപ്പോഴും നമ്മളൊന്ന് ഇന്ന് മുതൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. വചനം രാവിലെ വൈകിട്ടും ഒരു പ്രയാസം, വലിയ പ്രതിസന്ധി വരുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായിട്ട് ഞാൻ ധൈര്യത്തോടെ പറയുന്ന സാക്ഷിയാണ്. പലപ്പോഴും നമുക്ക് പിടിച്ച ഇനി ഒരു സ്റ്റെപ്പ് എനിക്ക് മുന്നോട്ട് വെക്കാൻ കഴിയത്തില്ല എന്ന് നമ്മൾ തോന്നുന്ന വേളയിൽ മുട്ടുകുത്തി ഈ വചനം ഒന്ന് വായിച്ചു കഴിഞ്ഞാണല്ലോ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏതെങ്കിലും ഒരു വഴി ദൈവം തുറന്നു തരും. അനുഭവങ്ങൾ പറയും. അതുകൊണ്ട് നമ്മൾ ദൈവസ്നേഹത്തെ ഈ സങ്കീർത്തന പ്രബോധനത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. ദൈവസ്നേഹത്തിൽ വിശ്വസ്തയോടെ നിന്ന് കർത്താവിന്റെ ആ കാത്തിരിപ്പിന് വേണ്ടി, ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾക്ക് വേണ്ടി ക്ഷമയോടെ ദൈവത്തിന് കാത്തിരുന്നാൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ വിടുതൽ കാണാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇത്രയും സമയം അനുവദിച്ചെന്ന പ്രിയ ആന്റിയോട് സഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസ്നേഹം.